നിങ്ങൾ 4 വർഷം ഇല്ലാതെ സാധ്യമല്ല. ആദ്യം ഇരിക്കണം. ദാനിയേൽ 12:12. അതാണ് ഈശോ പറഞ്ഞത്. അത്തിവൃക്ഷത്തിന്റെ കഥ പറഞ്ഞത്. ലൂക്കാ 13:6-9. ഒരു അത്തിവൃക്ഷം വെച്ച് 3 വർഷം വളമിട്ട് നമ്മുടെ ഭക്ഷണം എന്താ? ചോറിക്കറിയാം. ലൂക്കാ 4:4, യോഹന്നാൻ 4:34, നിയമം 8:3 ഒക്കെ അറിഞ്ഞിരിക്കണം. ഭക്ഷണം വചനമാണ്. കണ്ടോ? ഈ വചനം അതിന് വായിച്ചിട്ട് നമുക്ക് തീർന്നു ഇല്ല. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവൻ 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. ഏറെ കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണ് നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കുന്നത്. വിശ്വസ്തനുണ്ടെങ്കിൽ മതി, എന്തെല്ലാമായി അനേക കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ് എല്ലാം വൈകിയതില്ലേ? കാരണം ഈ വിശ്വസ്തർക്ക് അത്ര സ്ഥാനമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അതാണ് 1 കൊരിന്ത്യർ 4:2. കാര്യസ്ഥന് വിശ്വസ്തൻ, ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ. ലൂക്കാ 16:10 പറഞ്ഞിരിക്കുന്നത്. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. ഈ വിശ്വസ്തർ എന്നെ തീർച്ചയായും അകറ്റി നിർത്തുമെന്ന് അവിടത്തോളം ചേർന്ന് നിൽക്കുന്ന പരദേശിയോ ഞാൻ വെറും ഒരു ഉണക്കവൃക്ഷമാണെന്ന് ശണ്ടനോ പറയാതിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ സാബത്ത് ആചരിക്കുകയും പലരും ആചരിക്കാത്തതുകൊണ്ടാണ് കൃപ കിട്ടാത്തത്. വാക്കുകളെല്ലാം നടക്കും. സാബത്ത് സിനിമയ്ക്കും കല്യാണത്തിനും കേട്ട കുടിക്കും പാർട്ടിക്കും. അപ്പൊ കൃപല്ലോ ഇല്ല. നേരത്തെ എല്ലാം നമ്മള് അതിന്റെ അകത്തല്ല. നല്ലായിരുന്നോ? ഞാൻ നല്ലത്. ഞാൻ നിങ്ങൾ അല്ലെന്ന് പറയുന്നത് വിശ്വാസം. ഇനി ആ അവസരത്തിൽ കിടക്കുകയാണ്. എന്റെ താപത്ത് ആചരിക്കുകയും എന്റെ ഹിതം അനുവർത്തിക്കുകയും എന്റെ ഹിതം ഈശ്വര ഹിതം അനുവർത്തിക്കുകയും എന്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും എന്റെ ഉടമ്പടികള് വിശ്വസ്ത പുലർത്തിയിട്ടുണ്ടോ? ലൂക്കാ 22:24-30 അപ്പൊ നിങ്ങളോട് ചോദിക്കാൻ പോണേ. തങ്ങളിൽ വലിയവൻ ആരാണെന്ന് ഒരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരു തർക്കം ഉണ്ടായി. എങ്ങനെ? ഞങ്ങള് വലിയവനാണെന്ന്. വലിയവൻ പുറയിരിക്കുന്നവർ ഞാനാണ് വലുത്, ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഞാനാണ് വലുത്, ഞാനും പറയുന്നത് ഞാനാണ് വലുത്. എല്ലാവർക്കും നമ്മുടെ തർക്കമാണ്. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വിജാതികളുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. അധികാരികൾ ഉപകാരികളായി തർക്കിക്കാൻ നിങ്ങൾക്ക് അറിയാമോ? ഇല്ലല്ലേ? അറിയാമോ തർക്കിക്കാൻ? വക്കീൽമാരൊക്കെ തർക്കിക്കുന്നുണ്ട്. വല്ല ആവശ്യമില്ലാത്ത തർക്കമല്ലേ അവസാനം ചില ഇറ്റിടോന്ന് പറയും. അവിടെ വരെ തർക്കിക്കും. ആ തർക്കത്തിന്റെ സ്വഭാവമാണ്. പിന്നെ എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. ഈശോ നമ്മളോടാ പറയുന്നത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ഇതാണ് കർത്താവിന്റെ ആവശ്യം. അവിടെ കൃപകിട്ടുന്നത്. അതാണ് എളിമ. അതാണ് പിതാവ് ബഹുമാനിക്കുന്നു. യോഹന്നാൻ 12:26 കണ്ടോ? അപ്പൊ നിങ്ങൾ അങ്ങോട്ട് കിടന്നു തർക്കിച്ചാലും ഞാനാണ് വരുന്നത് ഇല്ലേ? ഇതാണിപ്പോ ലോകത്ത് നടക്കുന്നത്. അവിടെ ആർക്കും ദൈവം കൊടുക്കുന്നില്ല. ദൈവമായിട്ട് അകന്നു പോയി, ജീവനിൽ അകന്നു പോയി. എല്ലാത്തിന്റെ മുന്നിലാത്ത കാര്യം കയറി. എഫേസ്യർ 4:17-20 അതോ ഉള്ള പുസ്തകങ്ങളെല്ലാം വായിച്ച് നിർവേദം വായിച്ച് അത് വായിച്ചു തൊടാൻ പാടില്ല. കണ്ടോ? 1 തിമോത്തി 6:20-21 വിജ്ഞാനാവാസത്തിനോട് പോയപ്പോ വിശ്വാസം പോയി.
തത്വശാസ്ത്രത്തിലോട്ട് പോയ വിശ്വാസം പോയി കൊളോസസ് 2:8 ഇതെല്ലാം സംഭവിക്കുകയാണ്. അതിന് ലൂക്ക വായിച്ചിട്ട് നിങ്ങൾ വലിയവൻ ആരാണ്? നിങ്ങൾ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. അതുകൊണ്ടാണ് ഈശോ ആ യോഹന്നാൻ 13:1-17 വനത്തില് എല്ലാ ശിഷ്യന്മാരുടെയും കാല് കഴുകി യൂദാസ് ഉൾപ്പെടെ. എന്നിട്ട് ആ കാലത്തിൽ വല്ലയിടത്ത് എല്ലാവരും അവരെ തുറച്ച് ഇതെല്ലാം ചെയ്തത്. അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലേക്ക് ധരിച്ച് സ്വസ്ഥാനത്തിൽ അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ അറിയുന്നുവോ? അറിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. എല്ലാം വിളിക്കുന്നുണ്ട്. അത് ശരി തന്നെ, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവ് ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. കഴുകണോ വേണ്ടയോ? കഴുകണം. ആ മനോഭാവമാണ്. അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഈശോ പറഞ്ഞ അല്ലെ നിനക്ക് പങ്കില്ല. കൃപ വരുന്ന അങ്ങനെയാണ്. അല്ലെങ്കിൽ കൃപയല്ല, പ്രവർത്തിക്കാനാണ്. റോമ 16 പ്രവർത്തിക്കാനാണ് ലോകത്തിന് മുമ്പിൽ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കാം. ഇല്ലേ? എത്രയോ ഫോട്ടോ. റോമ 4:2. അബ്രഹാം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവന് അഭിമാനത്തിന് വകയുണ്ട്, ദൈവസന്നിധിയിൽ അല്ലെന്ന് മാത്രം. കണ്ടോ? ദൈവസന്നിധിയിലല്ല. അബ്രഹാം നീതിമാനായിരുന്നു അല്ലേ? ആയിരുന്നു. അതുകൊണ്ടാണ് ചേട്ടന്റെ മകന് സ്വത്ത് വേണമെന്ന് പറഞ്ഞ ലോകത്തിന്. അപ്പൊ എന്താ പറയുന്നത്? എടുത്തോ, നിനക്ക് ഇഷ്ടമല്ല. വലത്തുവാണെങ്കിൽ അതെടുത്തോ, ഈ പ്രോപ്പർട്ടി വേണമെങ്കിൽ അതെടുത്തോ. എനിക്ക് ഇത് തന്നെ കഷ്ടമാണല്ലേ? ഒരു തർക്കം പറയണ്ട. നീതിമാനാണെങ്കിൽ ഇഷ്ടമുള്ളത് തന്നോളാൻ പറഞ്ഞേ. അതാ. പക്ഷെ ആര് ലോകത്തെടുത്ത് എവിടെ പോയെടുത്തു? ജോർദാൻ പോയെടുത്തു. ഫലഭൂയിഷ്ടമായ നല്ല സ്ഥലമില്ലേ? അതിന്റെ അവിടെ കിടന്നാലാണ് സ്വന്തം മോഹയാണ്. എന്താ തന്റെ അത്യാഗ്രഹം കാരണം മാര്യം ചെയ്ത് ഓണ സമയത്ത് നോക്കി. അപ്പൊ എന്തായി പോയി? എന്തായി പോയി? എന്തിനാണ് പുറത്തെടുത്ത് നോക്കിയത്? ഈ സ്വത്ത് കിടക്കണമാണ്. സ്വർണ്ണം വളരെ ഡയമണ്ട്സ് ഉണ്ട്. വലിയ നല്ല എല്ലാം കണ്ടു കിടക്കും. അത് വിട്ടിട്ട് ഓടാൻ പറഞ്ഞാൽ ഓടുവാ. ലോകത്ത് ഓടി കയ്യിൽ രക്ഷപ്പെടാനാണ്. പക്ഷെ ഭാര്യ ഓടിയോ? നേതാവയോ പറഞ്ഞ പുറകോട്ട് അവരെ പുറത്തു കൊണ്ട് ചെന്ന് വിട്ടതിന് ശേഷം അവർ ഒരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക. ജീവൻ വേണമെങ്കിൽ ഓടിപ്പോകാൻ. പിന്തിരിഞ്ഞ് നോക്കരുത്. താഴ്വരയിൽ എങ്ങും തങ്ങുകയും അരുത്. അതിനാണ് 6:9-62 ഈശോ പറഞ്ഞ കടപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന ദൈവരാജ്യത്തിന് യോഗ്യനാണ്. ഈ പിന്നിൽ നോക്കോ? ഈശോയിലോട്ട് വന്നിട്ട് ഇനി മഴയിലോട്ട് പോകണം. ഞാൻ പറഞ്ഞ വേണോ? ഞാൻ ശക്തിയായി പറഞ്ഞ വേണോ? ഇനി വല്ല റോയൽസിലോട്ട് വേണം മുമ്പ് വെച്ചാൽ കുടിക്കോ? തീർച്ചയാണോ? നിങ്ങൾക്ക് നല്ല വലിയ 25,000 രൂപ സാരി ഉള്ളത് നേടത്തുള്ള പറഞ്ഞുള്ളൂ. ആരും പോയില്ലാത്ത കാലപ്പേര് കൈവിട്ടിട്ട് അതുപോലെ തന്നെ ഓടുന്നോ പോക്കിന് പുറകോട്ട് നോക്കാമോ? ലൗകികത്തിൽ കണ്ട്. അതുകൊണ്ടാണ് ബോയ്സ് സങ്കടത്തോടെ പറയുന്നത് 2 തിമോത്തി 4:9 ദേമാസ് ഈ ലോകത്തുള്ള ആസക്തി മൂലം എന്നെ വിട്ടു വളരെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടാവും, വീട്ടിട്ടും ഉണ്ടാവും കേട്ടോ, എല്ലാം കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇവർക്ക് ഈ ലോകത്തുള്ള മൈത്രിയാണത്. യാക്കോബ് 4:4 ദൈവത്തിന്റെ ശത്രുവാണ്. എന്നാൽ ഈ ലോകത്തുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയിരിക്കുന്നു. ക്രെക്കസ് ഗലാത്യയിലേക്കും തിത്തോസ് ദൽമാസിലേക്കും പോയി കഴിഞ്ഞു. ലൂക്ക മാത്രമേ എന്നോട് കൂടെയുള്ളൂ. മാത്രമല്ല അവനും കാണിക്കുവാൻ അങ്ങോട്ട് ആകർഷിക്കും. അതുകൊണ്ട് ആ വിശ്വാസം ഉറപ്പിക്കണം. മത്തായി 7:24-26 പറഞ്ഞത് നമ്മുടെ വിശ്വാസം പാറമേൽ പണിത ഭവനം പോലെ ആയിരിക്കണം. ആ കൃപയിൽ തന്നെ വരണം. കൃപയിൽ വന്നില്ലെങ്കിലോ കേട്ടോ. അതുകൊണ്ട് ഞാൻ കൃപയുടെ ഈ എളിമയും കൃപയും ഒന്നിച്ചാ വരുന്നത്. എളിമ വന്നാൽ കൃപ വരും. നിങ്ങളും എളിമപ്പെട്ട് നോക്കുക. ആ എളിമയാണിപ്പം പറയാൻ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോ കാലത്ത് കിട്ടിയില്ലേ വർദ്ധിപ്പിക്കുകയാണ്, പ്രവർത്തിക്കുകയാണ്. പ്രവർത്തിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ? മത്തായി 25-29 നിങ്ങളോ അവന് സമൃദ്ധി ഉണ്ടാവുകയും ഇല്ലാത്തവരിൽ നിന്ന്
ഉള്ളത് പോലും എടുക്കപ്പെടും, ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും, ഉള്ളതുപോലും എടുത്തിട്ട് ഉള്ളവന് കൊടുക്കും. ഉള്ളവന് കൊടുക്കും. കണ്ടോ? പിന്നെ അവന് സമയമില്ല. കണ്ടോ? ഞാൻ ഓർക്കുകയാണ്, കർത്താവ് ഒരു കാലത്ത് പ്രവേശിക്കാതെ പോലെ ഒരിടത്ത് കർണാടകത്തിൽ ഓടി ഇവിടെ വന്നപ്പോ ഇവിടെ ഒരു ക്ലാസ് എടുത്ത് കണ്ടോ സ്വൽപ്പ പറഞ്ഞിട്ട് ഓടി വന്നു. അത് കഴിഞ്ഞ് ഉടനെ പിന്നെ നാളെ വേണ്ട കോട്ടയത്ത് അടുത്ത അവിടെ തിങ്കളാഴ്ച സെക്രട്ടറിവാദത്ത് അവിടെ വെള്ളിയാഴ്ച ശനിയാഴ്ച ഓടി വന്ന് അധികം പൊറോടാപ്പള്ളി ഇതെല്ലാം കൊടുക്കണമെന്ന് തീക്ഷ്ണത. അതിനിടെ കിട്ടിയതിനെ വെട്ടി എടുക്കണം. വേണ്ടോ? ഇതന്നെ 27 വഞ്ചിച്ച് എടുക്കാനുള്ളത് അങ്ങനെ മനുഷ്യരെടുക്കുന്ന കർത്താവ്. അത് തീഷ്ണത വരികയാണ് കർത്താവ്. അത് രണ്ട് കുറച്ച് സ്വന്തം രണ്ടര തീഷ്ണത ഏകദേശം ഇപ്പൊ കൂടുതൽ അവര് ഓടി തീഷ്ണത കണ്ടോ? എല്ലാം കൂടി ഓടുന്നത്. ഈ തീഷ്ണതയാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. കണ്ടോ? അതുകൊണ്ടാണ് നമ്മള് ആ ഒന്ന് കുറയുന്ന സ്വന്തത 16-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസ്സ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എന്റെ പ്രതിഫലം? സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലം എന്നിയെ സുവിശേഷം പ്രസംഗിക്കുന്നതിലുള്ള സംതൃപ്തി മാത്രം. ആ സംതൃപ്തി അത് എന്തുകൊണ്ടാണ്? ഈ ആത്മീയ രഹസ്യം ആത്മാവിനെ അറിഞ്ഞു കഴിയുമ്പോഴാണ്.